നമസ്കാരം. എൻ്റെ പേര് ജെയ്. ഞാൻ കാനഡയിൽ BC-യിലാണ് ഞാൻ താമസിക്കുന്നത്. നാട്ടിൽ എൻ്റെ വീട് മുട്ടം തൊടുപുഴയിലാണ്. ഞാനിവിടെ കാനഡയിൽ ഇപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 വർഷമായിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ നിന്ന് കാനഡയ്ക്കൊക്കെ മൂവ് ചെയ്തിട്ട് അവർക്ക് മോട്ടോർ സൈക്കിൾ അവരങ്ങ് ഓടിക്കുന്നത് അങ്ങ് ഗിവ് അപ്പ് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മളിങ്ങനെ ഇഷ്ടമുള്ള ചില ഹോബീസാണ് അതങ്ങനെ ഗിവപ്പ് ചെയ്യും. ഇപ്പം കേരളത്തിലെ പിള്ളേരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി പേര് മോട്ടോർ സൈക്കിളൊക്കെ ഓടിച്ച് നടക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ ഇതിനെക്കുറിച്ച് അധികം റിസർച്ച് ഒന്നും ചെയ്യുന്നില്ല, എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നതെന്ന് അവർ നോക്കുന്നില്ല. അപ്പം അങ്ങനെ ഉള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. ഞാൻ ബ്രിട്ടീഷ് കൊളംബിയയിൽ താമസിക്കുന്നതുകൊണ്ട് ഞാൻ മെയിൻലി ഈ ലൈസൻസ് എടുക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയനെ ബേസ് ചെയ്തായിരിക്കും സംസാരിക്കുക. പക്ഷേ എന്നിരുന്നാലും ഇതിലും 3 സ്റ്റെപ്പായിട്ടാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഈ 3 സ്റ്റെപ്പും ഏത് പ്രൊവിൻസിൽ പോയാലും കോമൺ തന്നെയാണ്. പക്ഷേ ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസും അവിടെ ഇവിടെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് അത് കോമൺ ആണ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. അതിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 32 നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പാസ് മാർക്ക് ഉണ്ട്. അതിന് പഠിക്കാനുള്ള ബുക്കാണ് ഇത്. നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. ആൽബർട്ടയിൽ മാത്രം 14 മതി. പിന്നെ ഒരു സംഭവമുണ്ട്, ഇതിൽ 19 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പേരൻ്റൽ കൺസെൻറ്റ് വരും. ഈ നോളജ് ടെസ്റ്റ് നമ്മൾ പാസ്സായി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു 6L എന്നൊക്കെ പറഞ്ഞിട്ടൊരു യെല്ലോ പേപ്പർ നമുക്ക് തരും. ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം, മോട്ടോർ സൈക്കിൾ ഓടിക്കാം. പക്ഷേ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കാർ ലൈസൻസ് ഓൾറെഡി ഉള്ളവരുടെ സ്റ്റെപ്സാണല്ലോ ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പം ഇതിൽ റെസ്ട്രിക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഫുൾ ലൈസൻസ് ഉള്ള വേറൊരു മോട്ടോർ സൈക്കിൾ നമ്മളെ സൂപ്പർവൈസ് ചെയ്യാനുണ്ടായിരിക്കണം. പുറകിൽ പിടിക്കാൻ പാടില്ല. പിന്നെ മാക്സിമം സ്പീഡ് 60 കിലോമീറ്റർ, അതായത് 60 കിലോമീറ്റർ വരുന്ന റോഡുകളിൽ മാത്രമേ നമുക്ക് ഓടിക്കാൻ പറ്റൂ. പിന്നെ നമ്മൾ ഡേ ടൈമിൽ ഓടിക്കാൻ പറ്റും, നൈറ്റ് ടൈമിൽ ഓടിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പം നമ്മൾ ആ യെല്ലോ പേപ്പർ നമ്മൾ പാസ്സായിട്ട് കിട്ടുന്ന റെസ്ട്രിക്ഷൻസ് ആണ് അത്. ഇപ്പോൾ നോളജ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പാണ്. ഇപ്പം ക്ലാസ് 5 അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ ഡ്രൈവിംഗ് അല്ലെങ്കിൽ റൈഡിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ICBC നമ്മുടെ ഈ സ്കിൽസ് ടെസ്റ്റ് എന്നുള്ള സ്റ്റെപ്പ് റിമൂവ് ചെയ്ത് തരും. പക്ഷേ ചിലപ്പോഴൊന്നും അവർ റിമൂവ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പം എൻ്റെ കേസിൽ അവർ റിമൂവ് ചെയ്തില്ലായിരുന്നു, എന്നെക്കൊണ്ട് സ്കിൽസ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചു. സ്കിൽസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിനർ കാണും. ഇങ്ങനെ ഒരു പാർക്കിംഗ് ലോട്ടിൽ അവരിങ്ങനെ കുറേ കോൺസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഓരോരോ അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മളിങ്ങനെ ഓടിച്ച് കാണിച്ചാൽ മതി. അപ്പം ഇതിൽ ഒരു 30 മിനിറ്റ്സ്, അതിൽ കൂടുതലൊന്നും വേണ്ട ഈ ടെസ്റ്റിന്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ട്, വേറെയുള്ള ഒരു ഈ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് തന്നെ ഒരു പാർക്കിംഗ് ലോട്ടിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഇൻസ്ട്രക്ടർ കൂടെ വേണം. കാരണം ഇൻ കേസ് ഇപ്പോൾ പോലീസൊക്കെ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഒരു ഫുൾ ലൈസൻസ് ഉള്ള ഒരാളില്ലെങ്കിൽ അത് ടിക്കറ്റ് കിട്ടാനുള്ള അവസ്ഥയിലോട്ട് പോകും. സോ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്തിനാണ് ഈ കോൺസിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമ്മളെ ഓടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി മെയിനായിട്ട് റോട്ടിലോട്ട് ഒരാൾ മോട്ടോർ സൈക്കിളായിട്ട് ഇറങ്ങുന്നതിന് മുന്നേ അത് ബേസിക്കായിട്ടുള്ള ചില മാനുവറിങ് സ്കിൽസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വണ്ടിയുടെ ഇടയ്ക്ക് ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൂടെ, അല്ലെങ്കിൽ ബേസിക് ട്രാഫിക് റൂൾസ് ആൻഡ് എബിലിറ്റി ടു റൈഡ്, അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് സ്കിൽസ് ടെസ്റ്റ്. അതായത് റോട്ടിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ, അത് റോട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ പോകുന്ന ആക്ച്വൽ ട്രാഫിക്കാണ്. അതിനു മുമ്പേ ഒരാൾക്ക് റോട്ടിലെടുക്കാനുള്ള സ്കിൽസ് ഉണ്ടോ എന്നും, പിന്നെ സ്ലോ സ്പീഡിൽ ഓടിക്കുമ്പോൾ, അതായത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോയിട്ട് സ്കിൽസ് കാണിക്കുന്നതിലല്ല, സ്ലോ സ്പീഡിൽ ഒരു മോട്ടോർ സൈക്കിൾ ഓടിച്ച് സ്കിൽസ് കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ബേസാണ്. പിന്നെ ഇവർ ഈ സ്കിൽസ് ടെസ്റ്റിൻ്റെ ഇടയ്ക്ക് ചുമ്മാ റോട്ടിൽ ഓടിച്ച് കാണിച്ചാൽ മാത്രം പോരാ. ഇതിപ്പം അവർ ചോദ്യങ്ങൾ ചോദിക്കും.
ഇപ്പം നമ്മൾ നോളജ് ടെസ്റ്റിന് പഠിച്ചില്ലേ, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ സിഗ്നലിങ്സ്, ഹാൻഡ് സിഗ്നൽസ് ചോദിക്കാം, വണ്ടിയുടെ സിഗ്നൽസ് ചോദിക്കാം. പിന്നെ നിങ്ങൾ എന്താ പറയുക, സ്റ്റോപ്പിംഗ്, കമ്മിങ് ടു എ സ്റ്റോപ്പ്, പ്രോപ്പറായിട്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഷോൾഡർ ചെക്ക് ചെയ്യും. പിന്നെ സിഗ്നലിങ് ചെക്ക് ചെയ്യും. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവർ ചെക്ക് ചെയ്യും. അതൊക്കെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടേച്ചാൽ മതി, ആരെങ്കിലും ഒക്കെ ചെയ്തത്. ഓക്കെ, നമ്മളപ്പം സ്കിൽസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് വീണ്ടും ഇവരൊരു പുതിയ ഒരു യെല്ലോ പേപ്പർ നമുക്ക് ഇഷ്യൂ ചെയ്യും. അതിലുള്ള റെസ്ട്രിക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഹൈവേ സ്പീഡ് കയറാം, ഹൈവേയിൽ കയറാം, അതായത് 60 km/h റെസ്ട്രിക്ഷൻസ് മാറും. പിന്നെ സൂപ്പർവൈസറും വേണ്ട. ഈ 2 റെസ്ട്രിക്ഷൻസാണ് അതിൽ നിന്ന് മാറുന്നത്. പക്ഷേ ബാക്കിയുള്ള റെസ്ട്രിക്ഷൻസ് സ്റ്റിൽ റിമെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഡേ ടൈം റൈഡിങ് പിന്നിയാൻ പാടില്ല. ഈ 2 റെസ്ട്രിക്ഷൻസാണ് പിന്നെ എക്സിസ്റ്റ് ചെയ്യും നമ്മുടെ ആ യെല്ലോ പേപ്പർ. പിന്നെയുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോഡ് ടെസ്റ്റിനുള്ള ഡേറ്റ് എടുക്കാം. റോഡ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ്, ഇതാണ് മെയിൻ സംഭവം. ഇതിൽ റോഡ് ടെസ്റ്റ് പഠിക്കാൻ വേണ്ടി ആക്ച്വലി ICBC ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, സെക്കൻഡ് ബുക്ക്, സർപ്രൈസ് നോട്ട്. ഓൾറെഡി അവർക്കൊരു വേറൊരു ബുക്കുണ്ട്, അതിൻ്റെ കൂടെ ഇവർക്കൊരു സെക്കൻഡ് ബുക്കും കൂടി ഉണ്ട്, ട്യൂണിങ് അപ്പ് ഫോർ റൈഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇതും സെയിം തിങ്, 128 പേജസിൻ്റെ ഒരു ബുക്കുണ്ട്. അങ്ങനെ 2 ബുക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം റോഡ് ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്, റോഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മോട്ടോർ സൈക്കിളായിട്ട് നമ്മൾ ടെസ്റ്റിംഗ് സെൻറ്ററിൽ പോയിട്ട് അവിടെ നമുക്ക് അവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലൂറസെൻ്റ് വെസ്റ്റ്, ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഒരു സ്പീക്കറൊക്കെ വെച്ചിട്ട് അവരൊരു ഫ്ലൂറസെൻ്റ് ഒരു വെസ്റ്റൊക്കെ തരും. എന്നിട്ട് ഇൻസ്ട്രക്ടർ വേറെ ഒരു വണ്ടിയിൽ, ആ വണ്ടിയിൽ ഇൻസ്ട്രക്ടറും കാണും, ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഒരു ഡ്രൈവറും കാണും. എന്നിട്ട് ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ബൈക്കിനെ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ ഓൺ ദ റൺ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്യും. അങ്ങനെയാണ് ഈ റോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. റോഡ് ടെസ്റ്റാണ് ഇതിൽ മെയിൻ സമയം. ഇവർ വളരെ ഭയങ്കരമായിട്ട് നോക്കുന്നൊരു ടെസ്റ്റാണ്. ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദി പാർക്കിംഗ് ലോട്ട്, നിങ്ങൾ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പേ തന്നെ ഇവർ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഹാൻഡ് സിഗ്നൽസ്, പിന്നെ വണ്ടി പ്രോപ്പറാണ്. ഈവൻ വണ്ടിയിൽ നിങ്ങൾ കൊണ്ടുവരുന്ന വണ്ടി പ്രോപ്പർ അല്ലെങ്കിൽ വരെ നിങ്ങൾ ടെസ്റ്റിന് ആ ലോട്ട് നടക്കേണ്ടി വരത്തില്ല. ആ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് തന്നെ നിങ്ങളെ ഫെയിലാണ്. പിന്നെ നിങ്ങൾ ഇടുന്ന ഗിയേഴ്സ് പ്രോപ്പറായിട്ട് ഗിയർ ഇട്ടുകൊണ്ടാണ് നിങ്ങൾ ടെസ്റ്റിന് വന്നിരിക്കുന്നത്. അതായത് ഹെൽമെറ്റ് വേണം, ഗ്ലൗസ് വേണം, ജാക്കറ്റ് വേണം, ഷൂ വേണം, പിന്നെ ജീൻസ്, അതായത് ലെതർ പാൻസ് അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല, പക്ഷേ പ്രോപ്പറായിട്ടൊരു ജാക്കറ്റും ജീൻസ് എങ്കിലും വേണം. ഇത്രയും സാധനങ്ങൾ ഇല്ലെങ്കിൽ തന്നെ ആ റോഡ് ടെസ്റ്റ് നടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളെ ഫെയിലാണ്. സെയിം തിങ് ഗോസ് ഫോർ ദി സ്കിൽസ് ടെസ്റ്റ്. നമ്മൾ പ്രോപ്പറായിട്ട് ഗിയർ ഇട്ടിട്ടല്ല വരുന്നെങ്കിൽ നമ്മൾ ടെസ്റ്റിങ്ങിനെ സംബന്ധിക്കും. ഓക്കെ, റോഡ് ടെസ്റ്റ് അപ്പം നമ്മൾ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഉള്ള തൊട്ട് നമ്മൾ തിരിച്ച് ആ വണ്ടി കൊണ്ടുവന്ന് പാർക്കിംഗ് ലോട്ടിൽ കയറ്റി വെക്കുന്നത് വരെ ഉള്ള എവറി സിംഗിൾ തിങ് അവർ നോക്കുന്നുണ്ട്. ഇപ്പോൾ റോഡിൽ ഇറങ്ങുമ്പം ഇവർ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇത് റെക്കോർഡിങ് ചെയ്യുന്നുണ്ട്. ഇവർ ഇങ്ങനെ ഓഡിയോയിൽ നമ്മളെടുത്ത് ഇങ്ങനെ പറയുന്നുമുണ്ട്. അത് ക്ലിയറായിട്ട് നമ്മൾ കേട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ്. ഇപ്പം നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം അതിപ്പം എന്ത് വേണമെങ്കിലും ലൈക്ക് സംഭവിക്കാം. ലൈക്ക് ഡിഫറെൻറ്റ് സിനാറിയോസും, ആ സിനാറിയോസ് നമ്മൾ എങ്ങനെ പ്രോപ്പറായിട്ട് കാമായിട്ട് സിഗ്നൽ ചെയ്യുന്നുണ്ടോ, ഷോൾഡർ ചെക്ക് ചെയ്യുന്നുണ്ടോ, അൺസേഫായിട്ടാണോ ഡ്രൈവ് ചെയ്യുന്നത്, ഇപ്പം പ്രോപ്പർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഓവർ സ്പീഡ് ആകുന്നുണ്ടോ. അതായത് ഇപ്പം എന്താ പറയുക, ഇപ്പം 60 km സോണാണെങ്കിൽ 55 to 60 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഫെയിലാണ്. പിന്നെ പ്ലേ ഗ്രൗണ്ട് സോൺ 30, സ്കൂൾ സോൺ, ഹൗസിങ് ഏരിയയിൽ ഇപ്പം 40, അങ്ങനെ കുറേ സ്പീഡ്സ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതിലൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവരിങ്ങനെ പോയിൻറ്റ്സ് അഡപ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഫീലാണ്. അത് എത്ര പോയിൻറ്റ്സ് ആണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി. പക്ഷേ ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രൊസീജിയർ. ഇതിപ്പം ഈ 3 സ്റ്റെപ്പെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്കിപ്പം കുറേ പേർക്ക് തോന്നുന്നത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെ തോന്നുന്നുണ്ടായി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഡെവലപ്ഡ് കൺട്രിയിലൊക്കെ വന്നിട്ട് ഇവർ ഇത്രയും എന്താ പറയുക
സ്റ്റെപ്പൊക്കെ ഇട്ടാണ് മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അത് അവരെന്തോരം നമ്മുടെ സേഫ്റ്റിയും ഈ റോട്ടിലുള്ളവരുടെ സേഫ്റ്റിയൊക്കെ എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ വീട്ടുകാരെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെ നമ്മുടെ വൈഫിനെയൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് പോകുമ്പം നമ്മളെന്താ ആഗ്രഹിക്കുന്നത്, ബാക്കിയുള്ളൊരു റൂൾസ് ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ട് ഓടിക്കണം എന്നല്ലേ. ഇപ്പം ജസ്റ്റ് നമ്മുടെ പിള്ളേർ ഇപ്പോൾ ഒരു സ്കൂൾ ക്രോസ് വാക്ക് ക്രോസ് ചെയ്യുകയാണ്, ഒരുത്തൻ ബൈക്കിൽ ബോധമില്ലാണ്ട് വന്ന് ഇടിച്ചു പോയില്ലേ. അതാണ് ഇപ്പം നമ്മൾ ഇത്ര ഉള്ളൂ. ഇപ്പം നമ്മളിപ്പം ചിലവരിപ്പം ടെസ്റ്റിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2 ബുക്ക് വായിക്കില്ല, ഓൺലൈൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ചുമ്മാ ഈ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പോകും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും ഈ റോട്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ അലമ്പ് കാണിക്കുന്ന പോലെ തന്നെ ബാക്കിയുള്ളവരും കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. സോ നമ്മളെപ്പോഴും എന്താ പറയുക, പ്രോപ്പറായിട്ട് പഠിക്കുക, റൂൾസിനെ റെസ്പെക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പോകുന്നതാണ് എല്ലാവർക്കും നല്ലതാണ്. ഇപ്പം ചിലവരുണ്ട്, എനിക്ക് ഇന്ത്യയിൽ ബൈക്ക് ഓടിക്കാറില്ല, പക്ഷേ ഞാൻ കാനഡയിൽ വരും, അതങ്ങ് എടുത്ത് ഓടിച്ചാൽ പോരെ. അങ്ങനെയല്ല. അതായത് ഇപ്പം ഓരോ രാജ്യത്തും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടേതായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈക്ക് കയറിയിരുന്ന് ഇപ്പം ഗിയർ മാറി ഓടിക്കുക എന്നുള്ളതല്ല കാര്യം. ഇപ്പം ഈ രാജ്യത്തെ റൂൾസ് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഒരു ട്രെയിനിങ്ങിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർനാഷണൽ റൈഡിങ് അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളൊരു പ്രൊഫഷണൽ മോട്ടോർ സൈക്കിൾ റൈഡറായിട്ട് നിങ്ങൾ മാറും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈസൻസേ ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ക്ലാസ് 5 ലൈസൻസ് ഉള്ളവർ, ഈ ക്ലാസ് 6 എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം ഇനി ഞാൻ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാറിന് ലൈസൻസ് ഇല്ല, ഒരു ലൈസൻസും ഇല്ലാത്തവർ, അങ്ങനെയുള്ളവർ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ അടുത്ത് സംസാരിക്കാം. ഓക്കെ, അപ്പം കാറിൻ്റെ ലൈസൻസ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാറിൻ്റെ ആ നോളജ് ടെസ്റ്റ് പോയി എഴുതണം. അതിന് 50 ക്വസ്റ്റ്യൻസ് 40 കറക്റ്റ് ആവണം. എന്നിട്ട് നമ്മൾ വീണ്ടും ബൈക്കിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു നോളജ് ടെസ്റ്റ് എഴുതാൻ പോകണം. അത് സെയിം തിങ് തന്നെ, ലൈക്ക് 40 ക്വസ്റ്റ്യൻസ് 32 കറക്റ്റ് ആവണം. അങ്ങനെ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് 8L എന്ന് പറഞ്ഞിട്ടൊരു യെല്ലോ പേപ്പർ കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ഇനി സ്കിൽസ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതിൻ്റെ കാട്ടി കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് സ്കിൽസ് ടെസ്റ്റിന് ഡേറ്റ് എടുക്കാൻ പറ്റും. അതായത് 30 ദിവസം കഴിയണം. 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നു. സ്കിൽസ് ടെസ്റ്റ് സെയിം തിങ്. അതിന് പക്ഷേ ഇവിടെ വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ 3rd സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റോഡ് ടെസ്റ്റ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കിൽസ് വെച്ച് 12 months ഓടിച്ച ശേഷമാണ് റോഡ് ടെസ്റ്റിന് നമ്മൾ ഡേറ്റ് എടുക്കാൻ പറ്റും, ലൈസൻസ് ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ICVC ചെന്നിട്ട് മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കാനാണ്, ലൈസൻസ് ഓൾറെഡി ഇല്ലാത്തവരാണെന്ന് പറയുകയാണെങ്കിൽ അവർ ആദ്യമേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ലൈസൻസ് അങ്ങ് എടുത്തോളാൻ പറയും. ആ സ്റ്റെപ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറയും. പക്ഷേ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നും. ഇതിപ്പം നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം 8L എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസിലാണ് നമ്മളിപ്പം സ്കിൽസും കൂടെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പം ഈ സ്കിൽസ് പാസ്സായി കഴിഞ്ഞിട്ട് 12 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു റോഡ് ടെസ്റ്റ് ഉണ്ട്. ആ റോഡ് ടെസ്റ്റ് എടുത്തു കഴിയുമ്പം നമുക്ക് 8N എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ്. ഈ 8N എടുത്ത ശേഷം പിന്നെയുള്ള സ്റ്റെപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവിൻസ് എന്ന് പറയും. പിന്നെ നമ്മൾ ഈ 8N നമ്മൾ 24 മാസം ഓടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റോഡ് ടെസ്റ്റ് ഉണ്ട്. അത് പാസ്സായി കഴിയുമ്പോഴാണ് നമുക്ക് ഫൈനൽ ഫുൾ ലൈസൻസ് കിട്ടുന്നത്. അപ്പം നമുക്കൊരു ലോങ് സ്റ്റേജാണ്. കാറിൻ്റെ ലൈസൻസ് ഇല്ലെങ്കിലുള്ള ഒരു പ്രശ്നം ഇതാണ്, 2 റോഡ് ടെസ്റ്റ്, ഇത്രയും ഡിലേ. അപ്പോൾ ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ലൈസൻസും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളത് ഡിലേ ആക്കാം. അത് ഇവർ മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് ICVC നമ്മൾ എടുക്കാൻ
ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ കാറിൻ്റെ ആദ്യമേ നോളജ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം കാറിൻ്റെ നമ്മളിപ്പം എന്നിലോട്ട് കയറി വെച്ചു. അതായത് ഇപ്പം ന്യൂ ഡ്രൈവർ സ്റ്റാറ്റസിലോട്ട് നമ്മളിപ്പം അതിൻ്റെ ഒരു റോഡ് ടെസ്റ്റ്, കാറിൻ്റെ ഒരു റോഡ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 7N എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിലാണ് ഈ മോട്ടോർ സൈക്കിളിൽ ഒരു റോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ 2 റോഡ് ടെസ്റ്റാണ്. പിന്നെ നമ്മളെന്താണ്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ട്രിക്സ് ആൻഡ് തിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ICBCയോട് സംസാരിച്ചാൽ ക്ലിയറായിട്ട് അവിടെ നമുക്ക് ഫോൺ വിളിക്കാം. നേരിട്ട് പോയി സംസാരിക്കുന്നതിലും വേറെ നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ മെസ്സേജ് മതി. അപ്പം സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുക്കുന്നതിൻ്റെ സ്റ്റെപ്സ്. ഇപ്പോൾ ഓരോ പ്രൊവിൻസിലാണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ബേസിക്കലി ഈ 3 സ്റ്റെപ്സ് ഇത്രേ ഉള്ളൂ. അപ്പം ഇതിൽ കൂടുതൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് വീഡിയോ ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തോരം ഡീറ്റെയിൽ ആയിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ ഇത് ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി.